സഹൃദയരെയും. അങ്ങനെ ഏകദേശം 10 വർഷത്തോളം നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച സ്ട്രേഞ്ചർ തിങ്സ് അവസാനിച്ചിരിക്കുകയാണ്. 2016 തോന്നുന്നു ഇത് ആരംഭിച്ചത്. അങ്ങനെ 2026 അവസാനിച്ചിരിക്കുന്നു. ഇനി സ്ട്രേഞ്ചർ തിങ്സ് മുഴുവൻ കണ്ട് അവസാനിച്ച ശേഷം ഇനി എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവസാനം സീസൺ 4 വരെ വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് സീസൺ 5 വോളിയം 1 അവസാനം വരെയും അത് അവർക്ക് നിലനിർത്താൻ സാധിച്ചു. പക്ഷേ സീസൺ 5 വോളിയം 2 ശേഷം ബാക്കിയെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോയി. അത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, കാരണം അത്രമാത്രം ഹൈപ്പ് അവരിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുമുടിയിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു സ്ട്രേഞ്ചർ തിങ്സിനെ. അതിനെ നല്ല രീതിയിൽ അവർ നശിപ്പിച്ചിട്ടുണ്ട് അവസാനം എൻഡിങ്ങിൽ. അതുമാത്രമല്ല ഫിനാലെ എപ്പിസോഡ് 2 മണിക്കൂറുണ്ട്. അതിൽ 1 മണിക്കൂറൊക്കെ ആയപ്പോൾ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. അപ്പം ഇനിയും ബാക്കി 1 മണിക്കൂർ കിടക്കുന്നു. ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തോ ഒരു ട്വിസ്റ്റ് വരാറുണ്ട്, 1 മണിക്കൂറുടെ ഉണ്ട്, ഇപ്പം പൊട്ടും ഇത് വരെ ബോബ് പൊട്ടാൻ പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് അവസാനം സീരീസ് തീർന്നു. ലാസ്റ്റ് 1 മണിക്കൂർ അവരെ എൻഡിങ് അത് വലിച്ചു നീട്ടിയും കൊണ്ട് പോവുകയാണ്. 1 മണിക്കൂറിന് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഇവർ ഈ ഡഫർ ബ്രദേഴ്സ് ഇവന്മാർ തന്നെയാണ് അത് ലാസ്റ്റ് ചെയ്തത്, ഡയറക്റ്റ് ചെയ്തത്. എനിക്ക് സംശയമുണ്ട് ഇത്രയും നാൾ സ്ട്രേഞ്ചർ തിങ്സ് ചെയ്തത് ഇവർ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താണ് അവർ കാണിച്ചിരിക്കണം? അത് മാത്രമല്ല, നിങ്ങളൊരു സീരിയസ് സിനിമ പ്രാന്തരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും പല സീരീസിൽ നിന്നും പല സീനുകളും അതേപോലെ തന്നെ അവർ കടമെടുത്തും വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഗ്രാവിറ്റി ഫാൾസ് കണ്ടവർക്കറിയാം ഏകദേശം അത് തന്നെയാണ് എൻഡിങ്ങിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ. അതും വളരെ ഇത് അത്രയും മറ്റേ സീസൺ 5 എപ്പിസോഡ് വോളിയം 1 വരെ ഏകദേശം നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം അവർ മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷം ഈ സ്ട്രേഞ്ചർ തിങ്സ് തീർക്കാൻ വേണ്ടി തീർത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. മറ്റേ എന്നാലും നമുക്ക് വോളിയം 1 ലാസ്റ്റ് കിട്ടിയ ഒരു രോമാഞ്ചമൊന്നും ലാസ്റ്റ് ഇതിൽ കിട്ടിയില്ല. ഇതിലൊക്കെ മറ്റേ ഞാൻ ലാസ്റ്റ് മറ്റേ മരവിച്ചിരുന്ന് കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ വെറുതെ ഇരുന്ന് കണ്ട് തീർത്ത് അത്ര തന്നെ. അതുപോലെ നമ്മളെ സ്റ്റീവ് ഹാരിങ്ടനെയും അദ്ദേഹത്തിന് ലാസ്റ്റ് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലൊരു സീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നിയില്ല. എനിക്ക് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ അത് അവർ യൂസ് ചെയ്തിട്ടില്ല, ആരെയും യൂസ് ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് തന്നെ. അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ല, അവർ ഹൈപ്പ് ഇങ്ങനെയല്ലായിരുന്നു, അവരുടെ എൻഡിങ് ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇങ്ങനെ ഒരു എൻഡിങ് വരും തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഈ ലാസ്റ്റ് 4 എപ്പിസോഡിനെ വെച്ച് ആ സീരീസിനെ നമ്മൾ മുഴുവനായും തകർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രം ഞാൻ വേറൊന്നും പറയുന്നില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനെപ്പറ്റി. കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ എഴുതാമായിരുന്നു. പക്ഷേ വോളിയം 1 വരെ, സീസൺ 5 വോളിയം 1 വരെ മനോഹരമായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് പറയണത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല, അത് കാണണം. പക്ഷെ അതിന് ശേഷം അവന്മാർ നല്ല രീതിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. പലർക്കും ഇഷ്ടപ്പെട്ടേക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കൊന്നും. നമ്മൾ കമൻറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് സപ്പോർട്ടാണ്, നെഗറ്റീവ് കമൻറ്റൊക്കെ വളരെ കുറവാണ്. ഇനിയായിരിക്കും മിക്കവാറും വരുന്നത്. റേറ്റിങ്ങും ഇത് ഈ എപ്പിസോഡിന് കുറവായിരിക്കും, തീരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു, ഉള്ളതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സാർ അസൈലം 44 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ഗെറ്റ് ബെറ്റർ റൈറ്റേഴ്സ്. അതിനോട് ഞാനും യോജിക്കുന്നു. സെക്സ്വാലിറ്റി ഇസിൻറ്റ് ഇമ്പോർട്ടൻറ്റ്, ടൈം ടു ഫൈൻഡ് എ ന്യൂ ക്രച്ച്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിൽ സെക്സ്വാലിറ്റിയെ പറ്റി പരാമർശിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് തോന്നി. ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ പ്രശ്നമാണത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് മൊത്തം ഈ LGBT കൊണ്ട് കുത്തി കയറ്റി ഇറക്കി അങ്ങ് വയ്ക്കും. ഇവന്മാർക്ക് എന്തിൻ്റെ കേടാണ് എനിക്ക് അറിഞ്ഞൂടെ തന്നെ ചോദിക്കുകയാണ്. അതിനെപ്പറ്റി ഇത്രയും ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കാര്യം മനസ്സിലായി. അവരെ ഞാൻ ഇങ്ങനെ LGBT തള്ളി പറയുന്നതൊന്നുമല്ല, എന്നാലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് ഉള്ള എല്ലായിടത്തും കൊണ്ട് തള്ളി കയറ്റി വെക്കുകയാണ് അവന്മാർ. ഇവന്മാർക്ക് എന്തിനാണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലിപ്പോൾ തന്നെ എന്തിനാണ് വില്ലി ഗേ ആണ്, ഓക്കെ സമ്മതിച്ചു, വില്ലി ഗേ ആണ്. അതിൽ ഗേൾ മാത്രമേ ഉള്ളൂ അതിൽ മൊത്തം നോക്കുകയാണെങ്കിൽ. അതിനുശേഷം പിന്നെ അവർ വേണ്ടി തന്നെ ഒരു മൊത്തം എപ്പിസോഡും കൊടുക്കാറുന്നില്ലേ വില്ലിന് വേണ്ടി ഗേ ആണെന്ന് പറഞ്ഞുകൊണ്ട്. അത് അങ്ങനെ പറയാൻ എനിക്ക് തോന്നിയിരിക്കും. പോലെ പിന്നെ അത് പറയല്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അതിനുശേഷം ഒരു രക്ഷിത്ത് പറഞ്ഞിരിക്കുന്നു, താങ്ക്സ് ടു എവരി വൺ ഫോർ മേക്കിംഗ് സ്ട്രേഞ്ചർ തിങ്സ്. ഞാനും എൻ്റെ നന്ദി ഇവിടെ അറിയിക്കുകയാണ് അവർക്ക് വേണ്ടി. വളരെ മനോഹരമായ ഒരു സീരീസ് തന്നെയായിരുന്നു അത്, അവസാനത്തെ എപ്പിസോഡ് വെച്ച്. അതിനുശേഷം എഴുന്നു ഹേള എന്തിനാണോ പേര് അവൻ്റെ 5805 ഐ ക്രൈഡ് ടീയേഴ്സ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. എൻ്റെയും ഞാൻ കരണ്ട് ഡിസപ്പോയിൻമെൻറ്റിന്. ഞാൻ പറയല്ല, ദൈവമേ ഞാൻ കുറ്റം പറയണമല്ല, ഇപ്പോൾ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സഹൃദയരെ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അങ്ങനെ നിങ്ങൾ മാത്രം കണക്കാക്കുക. മിക്കവർക്കും ഇഷ്ടപ്പെടാനാണ് സാധ്യത. അങ്ങനെയാണ് കമൻറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മിക്കവർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും പകുതി പേർക്കാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെടാതെ ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഏകദേശം ഇഷ്ടപ്പെട്ടെന്നാണ് കമൻറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതിന് തിയേറ്ററിൽ പോയി കണ്ടവരവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് നോക്കിയാൽ അറിയാം ഇനി വരുമ്പം. അത് മാത്രമല്ല, ഇത് ലാസ്റ്റ് എൻഡിങ്ങൊക്കെ കൊള്ളാം, കണ്ടിരിക്കാം എന്നുള്ളത് തന്നെ. അല്ലാതെ അതിന് മാത്രം വലുതായിട്ട് ഇങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അത്രയൊന്നും ഇല്ല. അത് മാത്രമല്ല, അവർ ഹൈപ്പ് ചെയ്ത് അത്രയും അതിന് മാത്രം ഹൈപ്പ് നെറ്റ്ഫ്ലിക്സ് ഇതിന് കൊടുത്തു.
എന്നിട്ടാണ് ഇതിലും നല്ല സീരീസ് ഉണ്ടായിട്ടും ആ 1899 ഡാർക്ക് ടീമിൻ്റെ അതവന്മാർ സീസൺ 1 കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ പ്രൊഡക്ഷനെ നിർത്തി. പിന്നെ സീസൺ 2 ഇല്ല. അതൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അവന്മാർ ഇതിനൊക്കെ ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത്. നല്ല സാധനങ്ങൾ അവന്മാർ ഉണ്ട്, പക്ഷേ അവന്മാർ ഇറക്കൂല, അവന്മാർക്ക് വയ്യ. കാരണം അതിൽ LGBT ഒന്നും ഇല്ലല്ലോ, ഞാൻ പറയാമല്ലോ ഒന്നും. അപ്പോൾ സഹൃദയരെ ഇത്രയും നേരം ക്ഷമാശീലരായി എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വളരെ നന്ദി. വീണ്ടും വരാൻ ശ്രമിക്കുക.